ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളിന്ന് കറങ്ങാൻ പോയി. സോ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ബോറടിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ കാർ എടുത്ത് നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അനിയത്തിയും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ മൂന്നാളും പെട്ടെന്ന് റെഡിയായി അങ്ങനെ ബീച്ചിലേക്ക് വിട്ടു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചത് നമ്മളെ വണ്ടിയിൽ പെട്രോൾ കുറയാൻ പോകുന്നു. തലശ്ശേരിൻ്റെ അടുത്താണല്ലോ മാഹി, അല്ല കൂത്തുപറമ്പിനടുത്താണല്ലോ മാഹി, രണ്ടിനും അടുത്താണല്ലോ മാഹി. എന്നാൽ പിന്നെ മാഹി പോയി പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ രണ്ടൊരു സ്ഥലം തമ്മിൽ. അങ്ങനെ മാഹി പോയി പെട്രോൾ അടിച്ചു. അവിടെ ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചു തലശ്ശേരി പോകാമെന്ന്, പിന്നെ മാറ്റി ധർമ്മടത്തേക്ക് പ്ലാൻ മാറ്റി. സോ അങ്ങനെ ഞങ്ങൾ ഈ പുതിയതായിട്ട് പണി കഴിപ്പിച്ച് ഈ റോഡിൽ കയറി കേട്ടോ. ഞങ്ങൾ വന്ന ടൈം ഭയങ്കര കറക്റ്റ് ടൈമായിരുന്നു. ഈ ഗോൾഡൻ അവർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈം. കാരണം സ്കൈ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലൊരു ഗോൾഡൻ ടിൻറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല ചെറിയ ക്ലൗഡ് പ്ലസ് ആ സൺസെറ്റിൻ്റെ ടൈം, അങ്ങനെ സൂപ്പറായിട്ടുള്ളൊരു സ്കൈ ആയിരുന്നു. സോ ഞങ്ങളെപ്പോഴും ഈ റോഡിൽ ട്രാവൽ ചെയ്യുമ്പം ലൈക്ക് കേരള ടു തമിഴ്നാടും ഒക്കെ ബൈ റോഡ് ട്രാവൽ ചെയ്യുമ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു, എന്താണ് കേരളത്തിൻ്റെ റോഡ് ഇങ്ങനെയെന്നും പറഞ്ഞിട്ട്. കേരളം എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും, അങ്ങനെ ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു. പല ജസ്റ്റിഫിക്കേഷനും ഞാനപ്പോൾ കൊടുക്കുമെങ്കിലും ഈ റോഡ് നമുക്കൊരു ചെറുതല്ല ഒരു വലിയ നെഗറ്റീവ് മാർക്ക് തന്നെയായിരുന്നു. പക്ഷേ ഈ റോഡ് കണ്ടപ്പോൾ അവൻ പറയായിരുന്നു, ഇങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് റോഡാവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ. കാരണം അത്രക്കും സൂപ്പറായിരുന്നു. ലൈക്ക് എന്താ പറയുക, നല്ല ക്ലീൻ, നല്ല കുണ്ടും കുഴിയും ഒന്നുമില്ലാത്ത ഒരു നല്ല അടിപൊളി വീതിയുള്ള റോഡുകൾ. സോ അങ്ങനെ ഞങ്ങൾ ഈ സ്കൈ കണ്ടപ്പോൾ വെറുതെ ഫോട്ടോ വീഡിയോ എടുക്കാൻ നിന്നാണ്. അങ്ങനെയാണ് ഇത്രയും ഷൂട്ടൊക്കെ കിട്ടിയത്. ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോയാൽ എന്താ പറ്റുക എന്നുള്ളതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി ഈ ധർമ്മടം തുരുത്തിൽ ഉണ്ടല്ലോ അങ്ങോട്ടേക്കായിരുന്നു പ്ലാൻ. അപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടത് ആ ഒരു സ്ഥലത്താണ്. അവസാനം അവിടെ നിന്ന് വീണ്ടും ബാക്ക് എടുത്തു, റിവേഴ്സ് എടുത്തു, മെയിൻ റോഡ് കയറി കുറച്ച് മുന്നിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് എടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾക്ക് ഐലൻഡിലേക്ക് പോകാൻ പറ്റും. ഇതിൽ മാപ്പ് അപ്ഡേറ്റ് ആയിട്ടില്ല, അതായിരുന്നു പഴയ റോഡ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ആ വഴി നമുക്ക് പോകാൻ പറ്റില്ല. ഈ മുന്നിൽ പോയി കഴിഞ്ഞിട്ട് ഈ ഒരു ടൗണിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ധർമ്മടം തുരുത്തിലെ ആ ബീച്ചിലേക്കുള്ള വഴിയാണ്. സോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗോൾഡൻ ആ ടൈമാണ് കാണാൻ. നിങ്ങൾക്ക് സൂര്യൻ്റെ ആ സൺസെറ്റ് ടൈം ആയതുകൊണ്ട് നല്ല അടിപൊളി ലുക്ക്, എന്താ പറയുക, സൺറൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ വെച്ചാൽ വൈകുന്നേരം ആയതുകൊണ്ട് ബീച്ച്, ഇൻ കേസ് ബോട്ടിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഫുഡ് അടി, ഈ പഴംപൊരിയും കല്ലുമ്മക്കായും ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വൈകുന്നേരം ട്രിപ്പ് അടിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം. ഞാൻ ഇതിൽ മുന്നേ ഇവിടെ ഒന്നോ രണ്ടോ പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര പണ്ടായിരുന്നു തോന്നുന്നു, ഒരുപാട് കാലം മുന്നേ. ഇവിടെ തലേ ദിവസം വരെ ബീച്ച് ഫെസ്റ്റിവൽ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കറക്റ്റ് ടൈമിനാണ് വന്നത്. ഞങ്ങളെ ഭാഗ്യമോ നിർഭാഗ്യമോ ഇപ്പം അതില്ല. ലൈക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ അവർ ഇവിടെയുള്ള തിങ്സൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് എന്താ പറയുക, കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒക്കെ ക്ലോസ്ഡ് ആണ്. അതൊക്കെ അവർ റിമൂവ് ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെന്താ, അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോകുമ്പം വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആ ഫെസ്റ്റിവൽ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ കുറച്ച് കടകളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കുണ്ട്. ഔട്ട്ഡോർ പാർക്കും ഉണ്ട്, ഇൻഡോർ പാർക്കും ഉണ്ട്. ഇൻഡോർ ഈ ട്രാംപോളിനൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടുള്ള പാർക്ക് ഉള്ളിലുണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യണം. ഇവിടെ എൻട്രി ഫീസും ഉണ്ടായിരുന്നു, ചെറിയ എത്രയോ 10 രൂപ 20 രൂപ അങ്ങനെ എത്രയോ. സോ അതൊക്കെ പേ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുക. സോ ഈ ഒരു സീൻ നിങ്ങൾ നോക്കിക്കുക, എന്ത് സൂപ്പറാണ്. ലൈക്ക് എന്താ പറയുക, ഒരു വേർഡ്സും ഇല്ല. ലൈക്ക് നേരിട്ട് കാണാൻ ഭയങ്കരമായിട്ട് ഭംഗിയുണ്ടായിരുന്നു. സോ ഞങ്ങൾ അങ്ങനെ ബീച്ചിലേക്ക് പോയി. കളിക്കാനൊന്നുമില്ല, മീൻസ് എന്താ പറയുക, വെള്ളത്തിൽ അധികമൊന്നും കളിച്ച് ജസ്റ്റ് കാലൊക്കെ നനച്ച് ജസ്റ്റ് അങ്ങനെയൊക്കെ നിന്നു. കാര്യമായിട്ട് വേറെ പരിപാടിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് നമ്മൾ ഗോവയിലൊക്കെ കളിക്കുന്ന മാതിരി അങ്ങനെ ബീച്ചിലിറങ്ങി കളിക്കാനൊന്നും പോയില്ല. ജസ്റ്റ് കാലൊക്കെ നനച്ച് ജസ്റ്റ് 2-3 റൗണ്ട് ഇങ്ങനെ നടന്നു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്ന് ഈ ബീച്ചിനൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം നടുവിൽ ആ ഐലൻഡ് ഉള്ളത്, പിന്നെ ആ ഒരു പഴയൊരു ബോട്ടോ അങ്ങനെ തോന്നുന്നു അവിടെ എന്താ പറയുക, സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. സോ അത് ഈ ഒരു ഓറഞ്ച് ടിൻറ്റ് ഇതൊക്കെ ചേർന്നിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു അടിപൊളി സ്പോട്ടാണിത്. അധികം ആൾക്കാരും ഇല്ല, മാത്രമല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണിത്. ബീച്ച് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും, ഒരു ഡേർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. സൂപ്പറായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി കുറച്ചേരം വെള്ളത്തിലിങ്ങനെ നടന്നു കളിച്ചു, കുറേ ഫോട്ടോസ് കുറേ എടുത്തു.
അങ്ങനെ ഒരു 15-20 മിനിറ്റ് നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ കളിച്ചു, കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ആ നേച്ചറിനെ എൻജോയ് ചെയ്ത് നന്നായിട്ട് നിന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, ഇടയ്ക്കിങ്ങനെ ഒരു റിലാക്സേഷൻ മൂഡ് നല്ലതാണല്ലോ. നമ്മൾ മാൽഡീവ്സും അവിടെ ഇവിടെയൊക്കെ പോകുന്നതിന് പകരം നമ്മളെ നാട്ടിൽ തന്നെ എത്ര ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ എനിക്കൊന്ന് കുറച്ചും കൂടി കമേഴ്ഷ്യലൈസ് ലൈക്ക് റിസോർട്ട് ടൈപ്സ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്പ് ആവും. അറ്റ് ദ സെയിം ടൈം മേ ബി ആ ടൈമിൽ ഈ ബീച്ചിൻ്റെ ക്ലീൻലിനെസ് ഒക്കെ പോകാനും ചാൻസ് ഉണ്ട്. അതൊരു മേ ബി ഒരു പോയിൻ്റ് ആയിരിക്കാം. ബട്ട് ലെറ്റ് ഇറ്റ് ബി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി എന്താ പറയുക, ആ ക്ലൗഡ്സും ഓറഞ്ച് കളറും ആ ഐലൻഡും സൂപ്പറായിട്ടുണ്ടായിരുന്നു. സോ നാട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊക്കെ ആയിരുന്നു. മീൻസ് എന്താ പറയുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്. അങ്ങനെ ഞാൻ കുറച്ചേരം ക്യാമറ എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് കൊടുത്ത് ഞാൻ അവൻ്റെ അടുത്ത് പോയി നിന്നു. ഞാൻ അപ്പോൾ നിന്നപ്പോൾ തന്നെ അവനെ മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്ന്. ഇപ്പോൾ അവനോട് എന്നോട് അത് തന്നെയാണ് ചോദിക്കുന്നത്, വീഡിയോ എടുക്കുന്നുണ്ടോ അതുകൊണ്ടാണോ? കറക്റ്റ് കണ്ടുപിടിച്ചു. പിന്നെ അവൾ അത്രയേ ഉള്ളൂ, നോ കോപ്പറേഷൻ. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം ഇരുന്നു, അവിടെയൊക്കെ ഇരുന്ന് വെറുതെ കഴിച്ചു. കുറച്ച് 2 കടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് എന്താ പറയുക, ഈ പഴംപൊരിയോ കല്ലുമ്മക്കായോ അങ്ങനെയൊക്കെ കഴിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ ഒന്നും ഞങ്ങൾ കണ്ടില്ല. പുറത്തിറങ്ങിയപ്പോൾ ഐസ്ക്രീമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു, അല്ലാണ്ട് ഇങ്ങനത്തെ സ്നാക്സ് ഒന്നും അവിടെ കിട്ടാനുണ്ടായിരുന്നില്ല. ലൈക്ക് ഞങ്ങൾ ആഗ്രഹിച്ച ടൈപ്പ് നമ്മളെ നാടൻ സ്നാക്സൊക്കെ. പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചപ്പോൾ മറ്റേ ഈ ചെറിയ സീഷെൽസ് ഇല്ലേ, അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടു, ലൈക്ക് അവരുടെ എക്കോസിസ്റ്റം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാന്നുള്ളതൊക്കെ. സോ ഞാൻ എടുത്തില്ല, അത് അവിടെ തന്നെ ഇട്ട് കളിച്ചിട്ട് വന്നു. ഓക്കെ, തിരിച്ചിറങ്ങി നോക്കിയപ്പോഴേക്കും നല്ല ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട്, ദിവാലി ടൈം ആയിരുന്നല്ലോ ഞങ്ങൾ പോയത്. മേ ബി അതുകൊണ്ടാണോന്ന് അറിയില്ല, ഫുള്ള് ആ ബീച്ച് ഫെസ്റ്റിവലും കൂടി കഴിഞ്ഞുകൊണ്ട് ആണെന്നാണെന്ന് തോന്നുന്നു. ലൈക്ക് നിറയെ ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിട്ടുള്ളൊരു വൈബ്, ഒരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയ ഫോട്ടോഷൂട്ട്സ്, ബേബി ഷൂട്ട്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ടു സൈഡിൽ. അതൊക്കെ കഴിഞ്ഞ് സിവൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ ആകെ 36 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. അപ്പോൾ പറയാണ് 36-ലും 2 പേര് ഇവിടെ ഉണ്ട്. 2 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഹായ് എന്നൊക്കെ പറഞ്ഞ് എന്നിങ്ങനെ കളിയാക്കുമായിരുന്നു. ഇറ്റ്സ് ഓക്കെ. അതിനുശേഷം ഞങ്ങൾ നേരെ കൂത്തുപറമ്പ് വന്നു. കൂത്തുപറമ്പിലെത്തിയതിന് ശേഷം ബേബി ബേക്കേഴ്സിൽ പോയി കല്ലുമ്മക്കായ്, ചിക്കൻ സമൂസ, ഇറച്ചിപ്പത്തിരി അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. ചായയും പിന്നെ ജ്യൂസൊക്കെ, പിന്നെ ഷവർമ കഴിച്ചു. അങ്ങനെ ബീച്ച് ഫുഡും അടിപൊളി ദിവസമായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.